भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായം അതിസുന്ദരമന്ദഹാസം. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ പ്രഭാഷണ പരമ്പര ശ്രീമന്നാരായണൻ്റെ ഭാഗവത സ്വരൂപിയുടെ പൊന്നുഗുരുവായൂരപ്പൻ്റെ കാരുണ്യ കൃപാകടാക്ഷങ്ങളാൽ ഒന്നുകൊണ്ട് മാത്രം 762 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവത് ഭജനം ചെയ്യാത്ത ആളുകൾ ഏത് ഗതിയിലേക്ക് എത്തും, അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ള ചോദ്യത്തിന്, നിമി മഹാരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ചമസൻ എന്ന യോഗീശ്വരൻ മറുപടി പറയണു. വദന്തി തന്യോന്യമുപാസിത സ്ത്രിയോ ഗൃഹേഷു മൈഥുന്യപരേഷു ചാശിഷ യജന്ത്യ സൃഷ്ടാന്ന വിധാന ദക്ഷിണം വൃത്യൈ പരം ഘ്നന്തി പശൂന തദ്വിധ. തേ മൈഥുന്യപരേഷു, അവർ സ്ത്രീസുഖം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതി ഗൃഹേഷു, ഗൃഹസ്ഥാശ്രമങ്ങളിലിരുന്ന് ഉപാസിത സ്ത്രീകളെ സേവിക്കുന്നവരായി അന്യോന്യം ആശിഷഹാവദന്തി, തമ്മിൽ എന്തു പറയും, അവരവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ അനുഗ്രഹങ്ങളെ പറയുന്നു. ആശിഷഹ. എന്നിട്ടോ അസൃഷ്ടാന്ന വിധാന ദക്ഷിണ, അന്നദാനം, ദക്ഷിണ തുടങ്ങിയവ കൂടാതെ യജിക്കണു. വൃത്തിயை, ഉപജീവനത്തിനു വേണ്ടി, പരം, അതിനുവേണ്ടി മാത്രം പശൂൻ, മൃഗങ്ങളെ അതിൻ്റെ പാപമറിയാത്തവരായിട്ട് കൊല്ലുന്നു. അതദ്വിധ ഘ്നന്തി. രജോ ഗുണം അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? വിഷയങ്ങളിൽ ആഗ്രഹം കൂടി വരും. അങ്ങനെ വരുമ്പോൾ സ്ത്രീകളാണ് ഏറ്റവും മഹിമയുള്ളവരെന്നും വൃദ്ധന്മാരെയല്ല ആശ്രയിക്കേണ്ടത്, സ്ത്രീകളെയാണ് ആശ്രയിക്കേണ്ടത്, സ്ത്രീകളെ പ്രീതിപ്പെടുത്തിയാലാണ് ജീവിതത്തിൽ സുഖം ഉണ്ടാവുക എന്നവർക്ക് തോന്നും.
അങ്ങനെ സ്ത്രീസുഖം ആ മൈഥുന്യ പരേഷു ചാശിഷ എന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്ത്രീസുഖത്തെ പ്രധാനമായി ഗണിക്കും. അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രാധാന്യം എന്ന് ഇവർ കരുതും. അങ്ങനെ വരുമ്പോൾ ധനം, വീട്, ഭാര്യാസുഖം, പുത്രസമ്പത്ത് ഇത് നിങ്ങൾക്ക് നന്നായി വർദ്ധിക്കട്ടെ എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കും. ഇതമദ്യമയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തി ഇതമപി മേ ഭവിഷ്യതി പുനർധനം. ഇനിയും കിട്ടാൻ വെച്ചിട്ടുണ്ട്, കുറച്ചു കാലം കഴിയുമ്പോഴേക്കും സ്വത്ത് വർദ്ധിക്കും. കുട്ടികൾക്ക് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു മനുഷ്യനായാൽ ഇതൊക്കെയാണ് സാധിക്കേണ്ടത്, അതൊക്കെ ഞാൻ സാധിച്ചു, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ എന്ന് അന്യോന്യം അവര് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. തങ്ങൾക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് യാഗം കഴിക്കുന്നതും കഴിപ്പിക്കുന്നതും, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മൃഗങ്ങളെ കൊല്ലുന്നത്, യാഗത്തിനാണെന്ന് പേര് പറയും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ ഈ യാഗങ്ങളുടെ ഫലം എന്താണെന്നുള്ള അറിവ് യഥാർത്ഥത്തിൽ ഇവർക്കില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇല്ലേ, കൊന്നാ പാപം തിന്നാ തീരും എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ഏതോ ആളുകൾ, അജ്ഞന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു പരത്തുന്ന മൂഢതയാണ്, വിഡ്ഢിത്തമാണ് എന്ന് ഭാഗവതം ചമസന്റെ വാക്കുകളിലൂടെ പറയാതെ പറയുന്നു. ശ്രിയാ വിഭൂത്യാഭിജനേന വിദ്യയാ ത്യാഗേന രൂപേണ ബലേന കർമ്മണ ജാതസ്മയേന അന്ധധിയ സഹേശ്വരാൻ സതോവമന്യന്തി ഹരിപ്രിയാൻ ഖലാ. ശ്രിയാ വിഭൂത്യാ അഭിജനേന വിദ്യയാ ത്യാഗേന രൂപേണ ബലേന കർമ്മണ. ഇതൊക്കെ എന്തിനു കാരണമാവും? ഇതൊക്കെ നമ്മളിൽ അഹങ്കാരത്തിന് കാരണമാവും. ശ്രിയ സമ്പത്ത്, വിഭൂത്യ ആധിപത്യം കൊണ്ട്, അഭിജനേന ബന്ധുക്കളെ കൊണ്ട്, വിദ്യയ ശാസ്ത്രാഭ്യാസം കൊണ്ട്, ത്യാഗേന ദാനം കൊണ്ട്, രൂപേണ സൗന്ദര്യം കൊണ്ട്, ബലേന ശക്തി കൊണ്ട്, കർമ്മണ പ്രവൃത്തി കൊണ്ട് ഒക്കെ ജാതസ്മയേന ഉണ്ടായ ഗർവിനാൽ, അന്ധധിയ ബുദ്ധി ഇല്ലാത്തവരായി, വിവേകമില്ലാത്തവരായി, സഹേശ്വരാൻ ഹരിപ്രിയാൻ ഈശ്വരനെയും അതേപോലെ ഈശ്വരഭക്തന്മാരായ ആളുകളെയും സജ്ജനങ്ങളെയും ഖല ദുഷ്ടന്മാർ അവമന്യന്തി അപമാനിക്കുന്നു. അഭിമാനം, അഹങ്കാരം ഉണ്ടാവുക എങ്ങനെയാ? ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അധികാരം ഉണ്ടായാൽ അഹങ്കാരം ഉണ്ടാവാം. ഇനി ബന്ധുക്കൾ കേമന്മാരാണെന്ന് വന്നാൽ അതിൻ്റെ അഹങ്കാരം ഉണ്ടാവാം. ശാസ്ത്രം അത് തനിക്ക് കരതലാമലകം പോലെ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ ശാസ്ത്രത്തെക്കുറിച്ച് അറിവുണ്ട് എന്ന് വന്നാൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ധർമാദികൾ ചെയ്യുമ്പോൾ ദാനം ചെയ്യുന്നത് തന്നെ പലപ്പോഴും ഞാൻ ദാനധർമ്മിഷ്ഠനാണ് എന്ന അഹങ്കാരത്തിന് കാരണമാകുന്നു. പിന്നെ സൗന്ദര്യം, ശരീരബലം, കർമ്മങ്ങളുടെ അനുഷ്ഠാനം, എനിക്ക് തുല്യനായി ലോകത്ത് ആരാ ഉള്ളത് എന്നൊക്കെയുള്ള അഹങ്കാരം വരും. ന്യായാന്യായങ്ങളെ തിരിച്ചറിയാതെ വരും. ശുദ്ധമായ അന്ധകാരത്തിൽ പെടും. ഇതിന് അവിവേകം എന്ന് പേര്. യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകത എന്ന് പറയാറുണ്ട്. ചെറുപ്പാവുക, ധനമുണ്ടാവുക, അധികാരമുണ്ടാവുക, പിന്നെ അവിവേകിയായിത്തീരും മനുഷ്യൻ. കാലിക പ്രസക്തിയുള്ള വാക്കുകളാണ്, എത്രയോ കാലം മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇന്നും നമ്മൾ പല രീതിയിൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ മറ്റുള്ളവരെ അപമാനിക്കുന്നത് തൻ്റെ യോഗ്യതയായിട്ട് കണക്കാക്കും, പരിഹസിക്കും സജ്ജനങ്ങളെ. എന്തിനെ? ഈശ്വരനെ പൂജിക്കാൻ ഉപയോഗിക്കേണ്ടുന്ന ധനാദികൾ അതിനുപയോഗിക്കാതെ സ്വന്തം ശരീരത്തെ അലങ്കരിക്കാനും അവനവൻ്റെ കേമത്വം കാണിക്കാനും വേണ്ടി ഉപയോഗിക്കും. അങ്ങനെയുള്ള ഈ ദുഷ്ടന്മാർ അധോഗതിയിലേക്ക് എത്തും. സജ്ജനങ്ങളെ കണ്ട് നമസ്കരിക്കണില്ല എന്ന് മാത്രമല്ല, അവരെ അപഹസിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യും. ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഈ അഹങ്കാരം കൊണ്ട് അധോഗതി പ്രാപിക്കും. ചമസൻ തുറന്ന് പറഞ്ഞു. സർവേഷു ശശ്വത്തനുഭൃൽസ്വസ്ഥിതം യഥാഘമാത്മാനമഭീഷ്ടമീശ്വരം
വേദോപഗീതം ച ന ശൃണ്വത്തെ അബുധ മനോരഥാനാം പ്രവദന്തി വാർത്തയാ ശശ്വത് യഥാഘം. എപ്പോഴും ആകാശം പോലെ സർവേഷു തനുഭൃത്സു എല്ലാ ശരീരങ്ങളിലും അവസ്ഥിതം വ്യാപിച്ചു കിടക്കുന്ന വസിക്കുന്ന വേദോപഗീതം അഭീഷ്ടം ആത്മാനം ഈശ്വരം. വേദവാക്യങ്ങൾ കൊണ്ട് ആ പാടിക്കൊണ്ടിരിക്കുന്ന വർണ്ണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭീഷ്ടം ആ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന പ്രേമസ്ഥാനമായ ആത്മാവായ ഈശ്വരനെ അബുധ ബുദ്ധിയില്ലാത്ത ആളുകൾ ന ശൃണ്വത്തെ അവർ കേൾക്കുന്നില്ല. മനോരഥാനാം വാർത്തായ മനോരഥങ്ങളുടെ വർത്തമാനം കൊണ്ട് പ്രവദന്തി അവർ പ്രലപിക്കുന്നു. ഈശ്വര ചിന്തകളിൽ അവരുടെ മനസ്സ് വ്യാപരിക്കണില്ല. മറിച്ച് നശ്വരമായ പലതിൻ്റെ പിന്നാലെയും നമ്മൾ അതാണ് അനശ്വരമെന്ന് കരുതി അതിൻ്റെ പിന്നാലെ ഓടുന്നു എന്നാണ്. എല്ലാ ശരീരങ്ങളിലും ചൈതന്യമായി നിലനിൽക്കുന്നത് ഒരു ജീവനെ, ആ ആത്മാവിനെ അവര് അറിയുന്നില്ല. ഉപനിഷദ് വാക്യങ്ങൾ കൊണ്ട് യുക്തിയുക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആത്മാവിനേക്കാൾ പ്രീതി സത്യത്തിൽ ആർക്കും ഒന്നിലുമില്ല. എല്ലാവർക്കും അവനവനോട് തന്നെയാണ് സ്നേഹം. എന്നിട്ടും ആ ആത്മാവായിരിക്കുന്ന ഈശ്വരനുണ്ട് എന്ന പറയാറില്ല. കേട്ട ഭാവം പോലും കണ്ട ഭാവം പോലും ഇല്ലാതെ സ്ത്രീസേവ, മാംസഭക്ഷണം, മദ്യപാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാലം വെറുതെ കഴിക്കണു എന്നാണ്. ഇതിനെയൊക്കെ ഉപേക്ഷിക്കണം പരമാവധി എന്നാണ്. സർവത്ര സമനായിരിക്കുന്ന ഭഗവാനെ അറിയാൻ ശ്രമിക്കണം. വേദവാക്യങ്ങൾ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ച് പ്രാണിഹിംസ തങ്ങളുടെ അധികാരമാണ് എന്നുള്ള രീതിയിൽ ഒരേ ചൈതന്യം തന്നെയാണ് എല്ലാ വസ്തുക്കളിലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈശ്വരൻ പ്രാണികളുടെ വ്യാപാര നിമിത്തമുള്ള പുണ്യപാപങ്ങൾ ഈശ്വരനെയും സ്പർശിക്കുകയില്ലേ എന്നാണെങ്കിൽ ഇല്ല എന്നാണ്. എല്ലാ ദിക്കിലും ആകാശം എന്നതുപോലെ എല്ലാ വസ്തുക്കളിലും ഈശ്വരൻ വ്യാപിച്ചിരിക്കണം. ആകാശത്തിൽ യാതൊന്നും പറ്റാത്തതുപോലെ ഈ ജീവികളുടെ ഗുണദോഷ കർമ്മഫലങ്ങൾ ഈശ്വരനെ ബാധിക്കില്ല. ഈശ്വരനെ മൂഢന്മാർ കേൾക്കുകൂടി ചെയ്യാതിരിക്കാൻ കാരണം എന്താണെന്നാണെങ്കിൽ ജഡം പ്രവർത്തിക്കുന്നില്ല. ചൈതന്യമാണ് ലോകത്തെ ഭരിക്കുന്നത്, അല്ലേ? ആ ചൈതന്യം ഏത് തരത്തിലിരിക്കണു? അത് ഒരു ചൈതന്യമാണോ? അത് പലതാണോ? ഈ പരമാർത്ഥത്തെ അറിയാതിരിക്കുന്നിടത്തോളം കാലം ഈശ്വരനെ അറിയാൻ സാധിക്കില്ല. കാരണം ഇവർക്ക് ഈശ്വരനെ അറിയാനുള്ള വിവേകമോ ഈശ്വര വിചാരം ചെയ്യാനുള്ള താല്പര്യമോ ഇവർക്കുണ്ടാകുന്നില്ല. സത്യത്തിൽ മദ്യം, മാംസം തുടങ്ങിയൊക്കെ തമോ ഗുണപ്രധാനമായിട്ടുള്ളതാണ്. ഈ തമോ ഗുണപ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിനെയും തമോ ഗുണാധിക്യമുള്ളതാക്കി മാറ്റും. അതുകൊണ്ടാണ് നിർഗുണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയുന്നത്. ഗുണാതീതനായ ഭഗവാനെ അറിയണമെങ്കിൽ ലോകേ വ്യവായാമിഷമദ്യസേവ നിത്യാസ്തു ജന്തോർണഹി തത്ര ചോദന വ്യവസ്ഥിതിസ്തേഷു വിവാഹയജ്ഞസുരാഗ്രഹൈരാസു നിവൃത്തിരിഷ്ട എന്നാണ്. ലോകേ വ്യവായാമിഷമദ്യസേവ, ഈ ലോകത്തിൽ സ്ത്രീസംഗം, മാംസഭക്ഷണം, മദ്യസേവ ഇതൊക്കെ ജന്തോ നിത്യാതു പ്രാണികൾക്കൊക്കെ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് അതിൽ ചോദന നഹി വിധിയില്ല, തേഷു അവയിൽ വിവാഹയജ്ഞസുരാഗ്രഹൈ കല്യാണം, യാഗം, സൗത്രാമണ്യം ഇവ കൊണ്ട് വ്യവസ്ഥ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ പ്രവർത്തിക്കാതിരിക്കുകയാണ് ഏറ്റവും ഹിതമായിട്ടുള്ളത്. ഈശ്വരനെ ഭജിക്കണം, ലൗകിക സുഖത്തിൽ താല്പര്യം വെക്കരുത്. ഇതാണ് വേദവാക്യം. അതിന് വിപരീതമായി വ്യാഖ്യാനിക്കുന്നതും മനസ്സിലാക്കുന്നതും തെറ്റാണ് എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ കർമ്മത്തിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാക്കുന്ന വേദവാക്യങ്ങളുടെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയാതിരുന്നാൽ ഇതൊക്കെ ശരിയാണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഋതൗ ഭാര്യാമുപേയാൽ, ഋതുകാലത്തിൽ ഭാര്യയുമായി സംയോഗമാവാം. ഇത് വേദവാക്യമാണ്.
അപ്പൊ വിഷയത്തെ സ്വീകരിക്കുന്നതിൽ വിരോധമില്ല എന്ന് വേദം പറയുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ ഇവിടെ പറയുകയാണ്, വിഹിതമായ വിഷയസ്വീകാര്യത്തെ എന്തിനാണ് നിന്ദിക്കുന്നത് എന്നാണെങ്കിൽ, കർമ്മകാണ്ഡത്തിൽ വിവരിക്കുന്ന വാക്യങ്ങളിൽ പല പല സംശയങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് സമാധാനമായിട്ട് പറയുകയാണ്, സ്ത്രീസേവ, മാംസഭക്ഷണം, മദ്യപാനം, ഇത് എല്ലാ ജന്തുക്കൾക്കും ജനനം മുതൽ മനസ്സിൽ ഈ ഒരു രാഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവ സ്വീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. അതിനൊരു പ്രേരണ ആവശ്യമില്ല, ഉറപ്പാണ്. അറിവില്ലാത്ത കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക, ഇതാണ് ശാസ്ത്രധർമ്മം. സ്വാഭാവികമായിട്ടുള്ളതിന് കൂടുതൽ പ്രേരണ കൊടുത്ത് അതിലേക്ക് താല്പര്യം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അധപ്പതനം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഉറുമ്പ് മുതലായ ചെറുജീവികൾക്ക് കൂടി സ്ത്രീ മുതലായ വിഷയങ്ങൾ സ്വീകരിക്കണം എന്ന വിചാരം അവയിൽ ബലപ്പെട്ടു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രാഗികളുടെ ഈ വൃത്തികൾ ക്രമേണ ഇല്ലാതെയാക്കുകയാണ് വേണ്ടത്. അല്ലാതെ അത് ആ വിഷയങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് കാണിക്കുകയല്ല വേണ്ടത്. പശു, പക്ഷി തുടങ്ങിയ ജീവികളിൽ പോലും യാതൊരു വ്യവസ്ഥയും കൂടാതെ അവര് അതൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. ഈ ശ്രേഷ്ഠമായ ജന്മത്തിലും മനുഷ്യജന്മം കിട്ടിയിട്ടും ഇങ്ങനെ ആഘോഷിക്കുകയല്ലേ വേണ്ടത്, ഇതൊക്കെ അനുഭവിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ തോന്നലുണ്ടാവാം. പക്ഷേ പശു, ഈച്ച, പെരുച്ചാഴി അല്ലേ, ഇങ്ങനെ നിരവധി ജന്മങ്ങൾ എടുത്തിട്ടാണ് ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടണത്. അപ്പോൾ വാസന ഉപേക്ഷിക്കാതിരിക്കുന്ന കാലത്തിൽ പൂർണ്ണസുഖം സിദ്ധിക്കില്ല. അപ്പോൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യജന്മങ്ങളെ അനുഗ്രഹിക്കാൻ വേദം ആ വക വിഷയങ്ങൾ സ്വീകരിക്കേണ്ടതിൽ ചില നിയമങ്ങൾ ഏർപ്പെടുത്തി. അതാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പം സ്ത്രീസുഖം വേണം എന്ന് ആ സ്ത്രീ വിഷയത്തിൽ താല്പര്യം ഉണ്ടാകുന്നുവെങ്കിൽ വിവാഹം ചെയ്യാം. എന്നിട്ടൊരു രീതി വെച്ചു, ആ സ്ത്രീയെ മാത്രം സ്വീകരിക്കുക, അന്യ സ്ത്രീകളെ അമ്മമാരായിട്ട് കാണുക. അന്യസ്ത്രീയെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നത് പോലും പാപമാണെന്നാണ്. മാംസഭക്ഷണത്തിൽ ആഗ്രഹമുണ്ടാവണു എങ്കിൽ എന്ത് ചെയ്യണം? യാഗം ചെയ്യാം. യാഗത്തിൽ എന്താ ചെയ്യണത്? ഈശ്വരനെ ആരാധിക്കണം. അങ്ങനെ ഈ ദുർവാസന നശിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഭഗവാനെ ആരാധിച്ച് യാഗത്തിൻ്റെ ഉച്ഛിഷ്ടമായ മാംസം മാത്രം ഭക്ഷിക്കുക, മറ്റൊന്നും ഭക്ഷിക്കരുത്. എന്നാൽ യാഗം ചെയ്യുന്നത് മാംസഭക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് തോന്നൽ ഉണ്ടാവാനും പാടില്ല. പതിയെ പതിയെ യാഗത്തിൽ നിന്നും മാംസഭക്ഷണത്തിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാവണം. ഇനി മദ്യപാനത്തിൽ താല്പര്യം വരുന്നു എങ്കിൽ എന്താ പറയണത്? സൗത്രാമണ്യം കഴിക്കാൻ വേദം അനുശാസിക്കുന്നു. എന്താ അത്? അതിന് നിവേദിച്ച മദ്യം സേവിക്കുക, ഒരു ചെറുപാത്രത്തിൽ അതിൽ കൊള്ളുന്നത് മാത്രം സേവിക്കുക എന്നുള്ളതാണ് ഈ വ്യവസ്ഥ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വേദവാക്യങ്ങൾ രാഗാദി വൃത്തികൾ കൊണ്ട് അന്യായമാർഗത്തിൽ മൃഗങ്ങളെപ്പോലെ ചെന്നു ചാടി അതിൽ പെടാനല്ല, മറിച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴിയാണ്. വിവാഹാദികൾ കർത്തവ്യങ്ങളാണ് എന്ന രീതിയിലല്ല. സ്ത്രീ മുതലായ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ അവയെ വർജിക്കാൻ സാധിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ശക്തിയില്ലെങ്കിൽ പ്രജാസൃഷ്ടിക്ക് വേണ്ടി മാത്രം സ്ത്രീയെ സ്വീകരിക്കാം. അത് തന്നെ പറയുന്നുണ്ട്. ഷഷ്ടി, അഷ്ടമി, പഞ്ചമി, ദ്വാദശി, ചതുർദശി തുടങ്ങിയ ദിവസങ്ങളിൽ സ്ത്രീസേവ വർജിക്കണം എന്ന് പറയുന്നു. എന്നാൽ സന്താനോൽപാദനം ഒരു മനുഷ്യൻ്റെ കടമയാണ്. 3 തരത്തിലുള്ള കടങ്ങളാണ് മനുഷ്യനുള്ളത്: പിതൃകടം, ഋഷികടം, ദേവകടം. അതിൽ പിതൃകടം തീരണമെങ്കിൽ സന്താനോൽപാദനം, പ്രജകളുണ്ടാവണം, കുട്ടികളുണ്ടാവണം എന്നാണ്. അപ്പോൾ ഈ വിധിയെല്ലാം അവിരക്തന്മാരെ കുറിച്ചാണ്, വിരക്തന്മാരെ കുറിച്ചല്ല. ഭക്തിയും ജ്ഞാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ, വിഷയത്തിൽ താല്പര്യം ഇല്ലാതെയായാൽ, വിരക്തി വന്നു കഴിഞ്ഞാൽ, വൈരാഗ്യം വന്നാൽ, ഇതൊന്നും ഈ വേദവാക്യങ്ങളൊന്നും നമുക്ക് ബാധകമല്ല എന്ന് ചുരുക്കം. യദഹരേവ വിരജേൽ
തദഹരേവ പ്രവ്രജേൽ. വിഷയത്തിൽ മനസ്സ് എപ്പോഴാണോ മടങ്ങുന്നത്, ഒടുങ്ങുന്നത്, അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് സന്യാസം സ്വീകരിക്കുക. സന്യാസം സ്വീകരിക്കാൻ ഏറ്റവും ഉചിതമായ മുഹൂർത്തം അതാണ് എന്ന് ഉറപ്പിക്കണം. വിഷയത്തിൽ വളരെ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വേദങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതുകയല്ല വേണ്ടത്. ധനം ച ധർമ്മൈക ഫലം യതോ വൈ ജ്ഞാനം സവിജ്ഞാനമനുപ്രശാന്തി ഗൃഹേഷു യുഞ്ജന്തി കളേബരസ്യ മൃത്യും ന പശ്യന്തി ദുരന്തവീര്യം. പിന്നെ പറയാണ് ധനം ച, ധനവും ധർമ്മൈക ഫലം, ധർമ്മമാകുന്ന ഏകഫലത്തോട് കൂടിയതാണ്. യഥ, ഏതൊരു ധർമ്മത്തിൽ നിന്ന് നിശ്ചയമായിട്ടും സവിജ്ഞാനം, പ്രത്യക്ഷാനുഭവത്തോടു കൂടിയ ജ്ഞാനം, അറിവും ഉടനെ തന്നെ പ്രശാന്തി, പ്രകൃഷ്ടമായ ശാന്തിയും ഉണ്ടാകുന്നുവോ ആ തരത്തിലുള്ള ധനത്തെ ഗൃഹേഷു യുഞ്ജന്തി, കുടുംബഭരണാദി വിഷയങ്ങളിൽ ഉപയോഗിക്കുന്നു. കളേബരസ്യ, ദേഹത്തിനുള്ളതായ ദുരന്തവീര്യം, തടുത്തു നിർത്താൻ കഴിയാത്ത ബലത്തോടുകൂടിയ മരണത്തെ ന പശ്യന്തി, കാണുന്നില്ല എന്ന് സൂചിപ്പിച്ചു. എന്താ അതിൻ്റെ താല്പര്യം? സ്ത്രീസുഖം തുടങ്ങിയ വിഷയസുഖങ്ങൾ കാക്ഷിക്കുന്നത് കൊണ്ടാണ് ഈശ്വര തത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അറിവില്ലാത്തവർക്കും അറിവുണ്ടാവാൻ ഈശ്വരസ്വരൂപം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഇത് മനസ്സിലാവണില്ല. ധർമ്മം ചെയ്ത് മോക്ഷം സമ്പാദിക്കാൻ ഭഗവാൻ ഈ ദേഹത്തെ, മനുഷ്യജന്മത്തെ നമുക്ക് തന്നിരിക്കും. എന്നാൽ ആ ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ട് കിട്ടുന്ന ധനം, അത് ആ ധനമാണ് പ്രത്യക്ഷമായി കിട്ടുന്ന സുഖം എന്ന് വിചാരിച്ച് അത് വീണ്ടും വിഷയസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ പരമാർത്ഥ ജ്ഞാനം ഇല്ലാതെ പോകുന്നു, ജന്മം നിഷ്ഫലമാകും. നോക്കൂ, രാജാവിനോട് ചമസം പറയുകയാണ്, ധനം ധർമ്മം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ധർമ്മം സമ്പാദനം, ധർമ്മത്തെ നേടിയെടുക്കുക എന്നുള്ളതാണ് ധനത്തിൻ്റെ ലക്ഷ്യം, അല്ലാതെ ശരീരസുഖത്തിനു വേണ്ടിയല്ല എന്ന് കാണിക്കുന്നു. ശരീരപുഷ്ടിക്കും ഭാര്യാപുത്രാദികൾക്കും വേണ്ടി ധനം സ്വീകരിക്കുമ്പോൾ ആ ധനവും നശിക്കണു, അവരും നശിക്കുന്നു. അവർ കേവലം അന്ധന്മാരെ പോലെ, കുരുടന്മാരെ പോലെയാണ് എന്ന് പറയുന്നു. ധർമ്മത്തിന് എന്താ ഇത്ര മുഖ്യത, പ്രാധാന്യം കാണിക്കണത് എന്നാണെങ്കിൽ, ഫലകാംക്ഷ കൂടാതെ ഭഗവാനെ പൂജിക്കുക, ഭഗവത് പ്രീതിക്ക് വേണ്ടി പ്രാണരക്ഷാദി കർമ്മങ്ങൾ നടത്തുക, ഇതൊക്കെ ധർമ്മത്തിൽ നിന്ന് പരോക്ഷവും അപരോക്ഷവുമായ നേരിട്ടും അല്ലാതെയുമുള്ള ജ്ഞാനത്തെ നൽകുന്നു. വേദവാക്യങ്ങൾ ഗുരുമുഖത്ത് നിന്ന് കേൾക്കാനും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിക്കാനും മനനം ചെയ്യാനൊക്കെ തോന്നുമ്പോൾ ഈശ്വരനുണ്ട് എന്നുള്ള ബോധം, ആ പരോക്ഷ ജ്ഞാനം ഉണ്ടാവും. അങ്ങനെ ഈ ജ്ഞാനം ബലപ്പെട്ട് അനുഭവരൂപമായ അപരോക്ഷ ജ്ഞാനം ഉണ്ടാവും. ഈ ജ്ഞാനം കൊണ്ട് ശാന്തി ഉണ്ടാവും. അപ്പോൾ വിഷയങ്ങളാൽ നമുക്ക് ഒരിക്കലും ശാന്തി ലഭിക്കില്ലെന്നും, മനസ്സിന് ഏകാഗ്രത, ശാന്തി ലഭിക്കണമെങ്കിൽ ഉത്കൃഷ്ടമായ സ്ഥാനം ഈശ്വരപദപ്രാപ്തിയാണ് എന്നും തിരിച്ചറിയുന്നു. ഒരു ദിക്കിലേക്കും പോവാതെ, ഒന്നും ചെയ്യാതെ പരമശാന്തി അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെ പരമശാന്തി പ്രാപിക്കാൻ വേണ്ടി ധനാദികളെ ഉപയോഗിക്കാതെ കേവലം ദേഹസുഖത്തിനു വേണ്ടി ധനം ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും തടുക്കാൻ കഴിയാത്ത മരണം നമ്മുടെ പുറകെയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോണു എന്നാണ്. അങ്ങനെ ആ മരണത്തെ തോൽപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ന ആലോചനാബുദ്ധി നമുക്ക് ഇല്ലാതെയാവും. കർമാദികളെക്കുറിച്ച് വേദത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഈ മൃഗങ്ങളെ പോലെ ജീവിക്കാനല്ല, മനുഷ്യരെ വിഷയബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കണം. മദ്യപാനം ചെയ്യരുത്. ഇനി മദ്യം പൂജിച്ചുവെങ്കിൽ അതിനെ ഒന്ന് വാസനിക്കുക, അത്രേ വേണ്ടൂ എന്നാണ്. മന്ത്രമുച്ചരിച്ച് ദേവതകളെ ഉദ്ദേശിച്ച് മാത്രമല്ലാതെ ഭക്ഷണത്തിനു വേണ്ടി മൃഗങ്ങളെ അല്ലെങ്കിൽ ആരെയും ഹിംസിക്കരുത്. സ്ത്രീസംഗം എന്നുള്ളത് പുത്രോൽപത്തിക്ക് വേണ്ടി മാത്രമാണ്, രതിസുഖത്തിന് വേണ്ടി ആവരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ വിഷയാശ കൊണ്ട് കണ്ണു കാണാതെ അവിവേകികളായിട്ടുള്ള ആളുകൾ, ഇതാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്, വേദത്തിൽ ഇതിനൊക്കെ പ്രമാണമുണ്ടല്ലോ എന്ന് പറയും. അപ്പം അതുകൊണ്ട് വിഷയങ്ങളെ ഉപേക്ഷിച്ച് പാരതന്ത്ര്യത്തിൽ നിന്ന് മോചിതരായി ആത്മാവിനെ അറിഞ്ഞ് ആനന്ദിക്കാനുള്ള വിധത്തിൽ ആചരിക്കുന്നതാണ് സ്വധർമ്മം എന്നുള്ളത് ഇവരറിയുന്നില്ല. അവരവരുടെ ആഗ്രഹപൂർത്തീകരണത്തിന്, അവരവരുടെ പ്രവൃത്തി സത്യമാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ അവര് മാംസഭക്ഷണത്തിനു വേണ്ടി യാഗവിധി, രതിസുഖത്തിനു വേണ്ടി സ്ത്രീസേവ, മദ്യപാനത്തിനു വേണ്ടി യജ്ഞം എന്നൊക്കെ വിപരീതമായി ധരിച്ച് സ്വധർമ്മത്തിൽ നിന്ന് തെറ്റി അവര് അഗാധമായ അധപ്പതനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുകയാണ്. അടുത്ത 13ാമത്തെ ശ്ലോകം നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം.
ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.